നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ദേഹത്ത് ചുവന്ന മഷിയൊഴിച്ച് ഡെസ്കിൽ കയറി പ്രതിഷേധം. തൃശൂർ കോർപ്പറേഷനിൽ കൂട്ട സസ്പെൻഷൻ. വീട്ടമ്മയെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ യൂത്ത് കോൺഗ്രസ് കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ജസീൽ അലങ്കാരത്തിനെ കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. പട്ടിക്കാട് കുതിരാൻ തുരങ്കത്തിന് സമീപം ബൈക്കിന് പുറകിൽ ലോറി ഇടിച്ച് 2 പേർ മരിച്ചു. വലപ്പാട് ഗ്രാമപഞ്ചായത്തിലെ ശക്തമായ വെള്ളക്കെട്ടിനെതിരെയും മഴക്കാലപൂർവ്വ ശുചീകരണം കൃത്യമായി നടപ്പിലാക്കാത്തതിനെതിരെയും വലപ്പാട് പഞ്ചായത്ത് ഭരണസമിതിക്ക് നേരെ വാർത്തകൾ വിശദമായി. ദേഹത്ത് ചുവന്ന മഷിയൊഴിച്ച് ഡെസ്കിൽ കയറി പ്രതിഷേധം. തൃശൂർ കോർപ്പറേഷനിൽ കൂട്ട സസ്പെൻഷൻ. തലയിലും ദേഹത്തും ചുവന്ന മഷി ഒഴിച്ച് ഡെസ്കിൽ കയറി മുദ്രാവാക്യം വിളിച്ച പ്രതിപക്ഷ കൗൺസിലർമാർക്ക് സസ്പെൻഷൻ. തൃശൂർ കോർപ്പറേഷൻ കൗൺസിൽ ഹാളിലെ യോഗത്തിനിടെയാണ് നാടകീയ രംഗങ്ങളുണ്ടായത്. ഇതേ തുടർന്ന് കൗൺസിലർമാർക്ക് കൂട്ട സസ്പെൻഷൻ ലഭിച്ചു. പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയ പ്രതിപക്ഷ കക്ഷി നേതാവ് രാജൻ പല്ലൻ രാജിവെക്കണമെന്ന് ഭരണപക്ഷം ആവശ്യപ്പെട്ടു. നഗരമധ്യത്തിലെ എംസ് റോഡിലെ കുഴിയിൽ ചാടാതിരിക്കാൻ വെട്ടിച്ച ബൈക്കിൽ ബസ്സിടിച്ച് യുവാവ് മരിച്ച സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ടാണ് വേറിട്ട പ്രതിഷേധം അരങ്ങേറിയത്. വീട്ടമ്മയെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ യൂത്ത് കോൺഗ്രസ് കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ജസീൽ അലങ്കാരത്തിനെ കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. വലപ്പാട് സ്വദേശിനിയായ വീട്ടമ്മയാണ് ഇയാൾക്കെതിരെ പരാതി നൽകിയത്. ഫോൺ വഴി ഇവർ തമ്മിൽ പരിചയമുണ്ടായിരുന്നു. എന്നാൽ ഈ പരിചയം ദുരുപയോഗം ചെയ്ത് പീഡിപ്പിച്ചെന്നാണ് പരാതിയിൽ പറയുന്നത്. നിലവിൽ ഇയാൾ കൊടുങ്ങല്ലൂർ പോലീസ് കസ്റ്റഡിയിലാണ്. പട്ടിക്കാട് കുതിരാൻ തുരങ്കത്തിന് സമീപം ബൈക്കിന് പുറകിൽ ലോറി ഇടിച്ച് 2 പേർ മരിച്ചു. ബൈക്ക് യാത്രക്കാരായ എറണാകുളം കലൂർ നെടുപുരയ്ക്കൽ അബ്ബാസ് മകൻ 37 വയസ്സുള്ള മസിൻ, സുഹൃത്ത് ആലപ്പുഴ പന്തളം തച്ചൻ തെക്കിഴകതിൽ വിജയൻ മകൾ 38 വയസ്സുള്ള വിദ്യ എന്നിവരാണ് മരിച്ചത്. ഇന്നലെ രാത്രി 9 മണിയോടെ തൃശൂർ ഭാഗത്തേക്കുള്ള പാതയിൽ വെച്ചാണ് അപകടമുണ്ടായത്. ഇരുവരും ബൈക്കിൽ സഞ്ചരിക്കവേ തെറിച്ചുപോയ ഹെൽമെറ്റ് എടുക്കാൻ ബൈക്ക് നിർത്തുകയായിരുന്നു. ഇതിനിടെ പിന്നിലൂടെ എത്തിയ ലോറി ബൈക്കിലിടിച്ചു. ഇടിയുടെ ആഘാതത്തിൽ ബൈക്കിന്റെ പകുതി ഭാഗം ലോറിയുടെ അടിയിലേക്ക് കയറുകയും ഇരുവരും ലോറിക്കടിയിൽ കുടുങ്ങുകയും ചെയ്തു. ഏറെ സമയത്തെ പരിശ്രമത്തിനൊടുവിൽ ഇരുവരെയും പുറത്തെടുത്തെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. വലപ്പാട് ഗ്രാമപഞ്ചായത്തിലെ ശക്തമായ വെള്ളക്കെട്ടിനെതിരെയും മഴക്കാലപൂർവ്വ ശുചീകരണം കൃത്യമായി നടപ്പിലാക്കാത്തതിനെതിരെയും വലപ്പാട് പഞ്ചായത്ത് ഭരണസമിതിക്ക് നേരെ ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് BJP വലപ്പാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മീൻചന്ത മുതൽ വലപ്പാട് പഞ്ചായത്ത് വരെ പ്രതിഷേധ ജാഥ നടത്തി. BJP വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് ധനീഷ് മടത്തിപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങ് തൃശൂർ സിറ്റി ജില്ലാ ജനറൽ സെക്രട്ടറി PK ബാബു ഉദ്ഘാടനം ചെയ്തു. കർഷക മോർച്ച ജില്ലാ കമ്മിറ്റി അംഗം വാസുദേവൻ തെക്കിനിയടുത്ത് ആമുഖ സംഭാഷണം നടത്തി. ജനറൽ സെക്രട്ടറി ഗിരീഷ് വെന്നിക്കൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് 2ാം വാർഡ് മെമ്പറും നാട്ടിക മണ്ഡലം സെക്രട്ടറിയുമായ രശ്മി ഷിജോ നന്ദി പറഞ്ഞു. നാട്ടിക മണ്ഡലം ജനറൽ സെക്രട്ടറി രതീഷ് TG, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമാരായ സൗമ്യൻ നെടിയിരിപ്പിൽ, കാർത്തികേയൻ ചക്കാമടത്തിൽ, മണ്ഡലം സമിതി അംഗം കിഷോർ മണക്കാട്ടുപടി, മഹിളാ മോർച്ച മണ്ഡലം സെക്രട്ടറി ശ്രുതി ധനുഷ് ശങ്കർ, ഉണ്ണി ചിറ്റെഴുത്ത്, പ്രതാപൻ മാരാത്ത് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ജനങ്ങളെ ഏറ്റവും ദുരിതത്തിലാക്കുന്ന വെള്ളക്കെട്ട് പ്രശ്നം മഴക്കെടുതി വരുന്നതിന് മുമ്പ് തന്നെ ആ വിഷയം പരിഹരിക്കാനുള്ള ഫണ്ട് ഇന്ന് ആ ഭരണസമിതിയിൽ കയ്യിലുണ്ട്. ഇവിടുത്തെ കാനകൾ മഴ വരുന്നതിന് മുമ്പായി ഇവിടുത്തെ തൊഴിലുറപ്പ് തൊഴിലാളികളെ വെച്ചുകൊണ്ട് വൃത്തിയാക്കാനുള്ള സംവിധാനം ഇന്ന് ഈ ഭരണസമിതിക്കുണ്ട്. അത് കൃത്യമായി നടപ്പിലാക്കാൻ ഈ ഭരണസമിതി തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. കാരണം ഈ നാട്ടിൽ എന്ത് തോന്നിയാസമം നടത്താം എന്നൊരു വ്യാമോഹത്തിലാണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭരണസമിതി.
കാരണം കാര്യങ്ങൾ മുൻകൂട്ടി ചിന്തിക്കാനും അത് ശാശ്വതമായ പരിഹാരം കണ്ടെത്താനും കൃത്യമായ പദ്ധതികൾ തയ്യാറാക്കാനും ഈ ഭരണസമിതിക്ക് കഴിയാതെ പോകുന്നു എന്നുള്ള യാഥാർത്ഥ്യം ഈ നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കണം. നാട്ടിലാകെ വെള്ളപ്പൊക്കം റോഡിലെ കുഴിയിൽ വീണ് ജയിൽ സൂപ്രണ്ടിനും ഭാര്യയ്ക്കും സാരമായ പരിക്ക്. തൃശൂർ കോവിലകത്തുംപാടം റോഡിലെ കുഴിയിൽ വീണാണ് സ്കൂട്ടർ യാത്രികരായ കോലഴി സ്വദേശികളായ തോമസ്, ബീന എന്നിവർക്ക് പരിക്കു പറ്റിയത്. തൃശൂർ ടൗണിലേക്ക് പോകുകയായിരുന്നു ഇവർ. ഇരുവരെയും തൃശൂർ അശ്വിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 2 ദിവസം മുമ്പ് തൃശൂരിലെ MG റോഡിലെ കുഴിയിൽ വീഴാതെ സ്കൂട്ടർ വെട്ടിച്ച യുവാവ് ബസ്സിനടിയിൽപ്പെട്ട് മരിക്കുകയും ഒപ്പമുണ്ടായിരുന്ന അമ്മയ്ക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. തൃശൂർ പുതുക്കാട് നവജാത ശിശുക്കളെ കുഴിച്ചിട്ട സംഭവത്തിൽ 2 കുട്ടികളുടെയും മരണം കൊലപാതകമാണെന്ന് തെളിഞ്ഞു. 2 കുട്ടികളുടെയും അമ്മ അനീഷ തന്നെയാണ് കൊലപാതകം നടത്തിയതെന്ന് FIR. സംഭവത്തിൽ അനീഷയുടെയും കുട്ടികളുടെ പിതാവും ബവിന്റെയും അറസ്റ്റ് രേഖപ്പെടുത്തി. അനീഷയെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. വെള്ളിക്കുളങ്ങര സ്വദേശി അനീഷ രണ്ടാമത്തെ കുഞ്ഞ് ജനിച്ച ഉടനെ കൊലപ്പെടുത്തി മൃതദേഹം സ്കൂട്ടറിൽ ബവിന്റെ വീട്ടിലെത്തിച്ച് സംസ്കരിച്ചെന്ന് നേരത്തെ സമ്മതിച്ചിരുന്നു. എന്നാൽ ആദ്യ കുട്ടി ജനിച്ച ഉടൻ തന്നെ മരിച്ചിരുന്നതായാണ് ആദ്യം പോലീസിന് നൽകിയിരുന്ന മൊഴി. പിന്നീട് വിശദമായ ചോദ്യം ചെയ്യലിൽ ആദ്യ കുട്ടിയുടെ മരണവും കൊലപാതകമെന്ന് സമ്മതിക്കുകയായിരുന്നു. കൊലപാതകത്തിന് പ്രേരിപ്പിച്ചത് ബവിനാണെന്നും അനീഷ പോലീസിനോട് മൊഴി നൽകി. കുട്ടികളുടെ അസ്ഥികളുമായി ബവിൻ ഇന്ന് പുലർച്ചെ പുതുക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയതോടെയാണ് ഞെട്ടിക്കുന്ന കൊലപാതക വിവരം പുറത്തായത്. 2021 അനീഷയുടെ ആദ്യ പ്രസവം. കുട്ടിയെ കൊലപ്പെടുത്തിയ അനീഷ സ്വന്തം വീട്ടുപറമ്പിൽ തന്നെ മറവ് ചെയ്തു. പിന്നീട് ബവിന്റെ നിർദ്ദേശപ്രകാരം അസ്ഥികൾ വീട്ടിലെത്തിച്ചു നൽകി. പിന്നീട് 2024 രണ്ടാമത്തെ കുഞ്ഞിനെ അനീഷ പ്രസവിച്ചത്. യുവതിയുടെ വീട്ടിൽ മുറിക്കുള്ളിൽ വെച്ചായിരുന്നു പ്രസവം. ആ കുഞ്ഞിനെയും കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹവുമായി യുവതി സ്കൂട്ടറിൽ ബവിന്റെ വീട്ടിലെത്തി. തുടർന്ന് ബവിൻ തന്റെ നെന്മണിക്കരയിലെ അമ്മ വീടിനോട് ചേർന്ന പറമ്പിൽ മൃതദേഹം കുഴിച്ചിട്ടു. ഈ വിവരം സുഹൃത്തുക്കളോടും പറഞ്ഞിരുന്നു. മരിച്ച കുട്ടികൾക്ക് അന്ത്യകർമ്മം ചെയ്യാനാണ് അസ്ഥി സൂക്ഷിച്ചതെന്ന് ബവിൻ അനീഷയെയും വിശ്വസിപ്പിച്ചു. അനീഷയുമായുള്ള ബന്ധം പിരിയേണ്ടി വന്നാൽ അസ്ഥികൾ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്താം എന്നും പ്രതി കരുതിയിരുന്നു. അനീഷയും ബവിനും തമ്മിൽ 2020 മുതലാണ് അടുപ്പം ആരംഭിച്ചത്. പിന്നീട് ബന്ധം പ്രണയത്തിലേക്ക് വഴിമാറുകയായിരുന്നു. ഇതിനിടയിലാണ് കുട്ടികൾ ജനിക്കുന്നത്. 2024 ഇരുവരും തമ്മിൽ അകന്നു. ഇതേ ചൊല്ലിയുള്ള തർക്കങ്ങൾക്കൊടുവിലാണ് ബവിൻ അസ്ഥിയുമായി സ്റ്റേഷനിലെത്തിയത്. ചാലക്കുടി DYSP വിജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ഫോറൻസിക് പരിശോധനകളും ശാസ്ത്രീയ പരിശോധനകളും കേസിൽ തുടരും. കേസിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കും. അതും ഇതുപോലെ മരണപ്പെട്ടാണ് വന്നത്. ഞങ്ങളിപ്പോൾ ഇന്നിപ്പോൾ നടത്തിയ വേറെതല ഇൻവെസ്റ്റിഗേഷൻ ഞങ്ങൾ ശാസ്ത്രീയമായിട്ട് കുറേ ചോദ്യം ചെയ്ത് കുറേ കാര്യങ്ങൾ വെരിഫൈ ചെയ്തതിൽ രണ്ടാമത്തത് സ്വാഭാവിക മരണമല്ല, അതവർ കൊന്നത് തന്നെയാണ്. രണ്ടാമത്തെ കുട്ടി അവർ കരയാൻ തുടങ്ങി, ശ്വാസം മുട്ടിച്ചു, മുഖത്ത് കുത്തിപ്പിടിച്ചു. അത് അങ്ങനെയാണ് ഞങ്ങൾക്ക് പ്രാഥമികമായിട്ട് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തത് കൂടുതൽ അന്വേഷിക്കാനുണ്ട്. ഇനി അതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം ഇവിടെ ഒരു അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ട്. ചാലക്കുടി DYSP ശ്രീ വിജയകുമാർ, ഇവിടുത്തെ CI മഹേന്ദ്ര സിംഹൻ അവരുടെ നേതൃത്വത്തിൽ ഈ കേസ് അന്വേഷിക്കും. ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യും. വലപ്പാട് സ്വദേശികളായ UAE പ്രവാസികളുടെ കൂട്ടായ്മയായ വലപ്പാട് വെൽഫെയർ അസോസിയേഷൻ വാർഷിക ജനറൽ ബോഡി യോഗം ദുബായ് അൽ ഗുസൈസ് അൽ റൌഷ ഇൻസ്റ്റിറ്റ്യൂട്ട് ഹാളിൽ വെച്ച് നടന്നു. പ്രസിഡന്റ് ഇക്ബാൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സജീവ് വേളയിൽ സലീം റഷീദ്, വിരാസൻ എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി വിനീഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഹ്രസ്വ സന്ദർശനം നടത്തിയ UAEയിലെത്തിയ മുൻ പ്രസിഡന്റ് സജീവ് അപ്പുക്കുട്ടൻ ചടങ്ങിൽ സംബന്ധിച്ചു. പുതിയ കാലയളവിലെ കമ്മിറ്റി ഭാരവാഹികളായി തെരഞ്ഞെടുത്ത പ്രസിഡന്റ് സലീം, സെക്രട്ടറി സജീവ് വേളയിൽ, വൈസ് പ്രസിഡന്റ് ദിനേശ്, ജോയിന്റ് സെക്രട്ടറി റഷീദ് വിരാസൻ, ട്രഷററായി ഷഫീഖ് എന്നിവരെ തെരഞ്ഞെടുത്തു. വനിതാ കമ്മിറ്റി ഭാരവാഹികളായി ഹസീന സലീം, സ്വാതി രാധാകൃഷ്ണൻ, ലിജി വിനീഷ്, ബിനു സജീവ് എന്നിവരെ തെരഞ്ഞെടുത്തു. റിയാഡ് ഗ്രാമപഞ്ചായത്ത് 14-ാം വാർഡിൽ ടൈൽ വിരിച്ച് നവീകരിച്ച അംഗനവാടി റോഡ് ഉദ്ഘാടനം ചെയ്തു. ET ടൈസൺ മാസ്റ്റർ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 14 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് 250 മീറ്റർ നീളത്തിൽ ടൈൽ വിരിച്ച് മനോഹരമാക്കിയത്.
ET ടൈസൺ MLA റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. എറിയാട് ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK അസീം അധ്യക്ഷത വഹിച്ചു. എറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ മുഖ്യാതിഥിയായി. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നജ്മൽ ഷക്കീർ, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നൌഷാദ് കറുകപ്പാടത്ത്, PA നൌഷാദ്, KV പ്രദീപ് തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി ആളുകൾ ഇത് സംബന്ധിച്ച് പണ്ടും ഇപ്പോഴും ഒക്കെ സഹായിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ റോഡ് വന്നത്. ഞാനിവിടെ മനസ്സിലാക്കുന്ന എല്ലാവരും വലിയ സന്തോഷത്തിലാണ്. നമ്മുടെ ആളുകൾ കുറച്ച് വീടുകളുള്ളപ്പോൾ പോലും ആ വീട്ടിലെ എല്ലാ ആളുകളുമാണ് ഇതിൽ പങ്കെടുക്കുന്നത്. എന്ന് വെച്ചാൽ അവിടുത്തെ ആളുകൾക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു പരിപാടി. ചാമക്കാല ഇസ്ലാമിക് റിലീഫ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ SSLC +2 മദ്രസ പൊതുപരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. KH സലീം അധ്യക്ഷത വഹിച്ചു. ചാമക്കാല മഹൽ ഖത്തീബ് ഷുഹൈബ് പുദവി വല്ലപ്പുഴ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. വാർഡ് മെമ്പർ KS അനിൽകുമാർ, ആഫിഖ് അലി ചാമക്കാല, EH ഗന്ന മുഹമ്മദ്, അബു താഹിർ, NA താഹ, സലീം പുറക്കുളം, KA ഷംസു, CA സാഹാൻ എന്നിവർ സംസാരിച്ചു. കോൺഗ്രസ് ചന്ദ്രാപിന്നി മണ്ഡലം 7, 11 വാർഡ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കുടുംബസംഗമം നടത്തി. കണ്ണനാകുളത്ത് നടന്ന കുടുംബസംഗമം DCC ജനറൽ സെക്രട്ടറി TM നാസർ ഉദ്ഘാടനം ചെയ്തു. സിനിമ സീരിയൽ താരം ഷൈജൻ ശ്രീവത്സം മുഖ്യാതിഥിയായി. കയ്പമംഗലം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുനിൽ P മേനോൻ, DCC എക്സിക്യൂട്ടീവ് അംഗം സജയ് വയനപ്പിള്ളി, മണ്ഡലം പ്രസിഡന്റ് PD സജീവ്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് MU ഉമറുൽ ഫാറൂഖ്, ബ്ലോക്ക് സെക്രട്ടറിമാരായ KK അൻവർ, TA നസീമുദ്ദീൻ, TA മുഹമ്മദ് സഗീർ, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഷഹന കാട്ടുപറമ്പിൽ, പഞ്ചായത്ത് മെമ്പർ ഷീന സതീഷ്, നേതാക്കളായ അബ്ദുൽ ജബ്ബാർ, അസീസ് പള്ളിപ്പറമ്പിൽ, ഷജിൽ ചന്ദ്രാപിന്നി, CA അനീഷ്, ഫാത്തിമ ഫൈസൽ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. മികച്ച വിജയം നേടിയ വിദ്യാർത്ഥിനികളെ രക്ഷിതാക്കളെ അനുമോദിക്കുന്നതിന് തയ്യാറായ മണ്ഡലം വാർഡ് 7, 11 വാർഡുകളുടെ വാർഡ് കമ്മിറ്റി ഭാരവാഹികളെ അഭിനന്ദിക്കാനും ഉത്തരണ്ണം പ്രശംസിക്കാനും ഞാൻ ഈ അവസരം ഉപയോഗിക്കുക. അവർക്ക് വേണമെങ്കിൽ KPCCയുടെ നിർദ്ദേശപ്രകാരം മഹാത്മാഗാന്ധി കുടുംബസംഗമം പാർട്ടിയുടെ ആളുകളെ മാത്രം വിളിച്ച് കുടുംബാംഗങ്ങളെ വിളിച്ച് ഇത് നടത്തി അവസാനിപ്പിച്ചാൽ മതി. പക്ഷേ മിടുക്കന്മാരായ നമ്മുടെ നാടിന്റെ പ്രതീക്ഷകളായ ഈ വിദ്യാർത്ഥിനികളെയും രക്ഷിതാക്കളെയും വിളിച്ച് ഈ പരിപാടിയിൽ വെച്ച് അനുമോദിക്കുമ്പോൾ നാടിന്റെ പ്രദേശത്തിന്റെ ഒരു വികസനവും അതുപോലെ തന്നെ നല്ല നാളുകളും പ്രതീക്ഷിച്ചുകൊണ്ടാണ് വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ ഇത് സംഘടിപ്പിച്ചത്. പഴുവിൽ സെന്റ് ആന്റണീസ് ഫെറോന ദേവാലയത്തിൽ സീനിയർ CLCയുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ഫ്ലാഷ് മോബ് നടത്തി. പഴുവിൽ സെന്റ് ആന്റണീസ് ഫെറോന ദേവാലയത്തിൽ സീനിയർ CLCയുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ഫ്ലാഷ് മോബ് നടത്തി. സേ നോട്ട് ടു ഡ്രഗ്സ് എന്ന സന്ദേശം സീനിയർ CLC സംഘടനയിലെ അംഗങ്ങൾ വളരെ ശക്തമായി ലഹരിവിരുദ്ധ നൃത്താവിഷ്കാരത്തിലൂടെ അവതരിപ്പിച്ചു. രാവിലെ നടന്ന ഫ്ലാഷ് മോബിന് പഴുവിൽ ഫെറോന വികാരി റഫറന്റ് ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ അധ്യക്ഷത വഹിച്ചു. തൃശൂർ അതിരൂപത സീനിയർ CLC ട്രഷറർ ഡൈസൺ കൊള്ളനൂർ, പഴുവിൽ ഇടവക സീനിയർ CLC പ്രസിഡന്റ് ടെസി പിയൂസ് എന്നിവരും സാന്നിധ്യം ഉണ്ടായിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദേഹത്ത് ചുവന്ന മഷിയൊഴിച്ച് ഡെസ്കിൽ കയറി പ്രതിഷേധം. തൃശൂർ കോർപ്പറേഷനിൽ കൂട്ട സസ്പെൻഷൻ. വീട്ടമ്മയെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ യൂത്ത് കോൺഗ്രസ് കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ജസീൽ അലങ്കാരത്തിനെ കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. പട്ടിക്കാട് കുതിരാൻ തുരങ്കത്തിന് സമീപം
ബൈക്കിന് പുറകിൽ ലോറി ഇടിച്ച് 2 പേർ മരിച്ചു. വലപ്പാട് ഗ്രാമപഞ്ചായത്തിലെ ശക്തമായ വെള്ളക്കെട്ടിനെതിരെയും മഴക്കാലപൂർവ്വ ശുചീകരണം കൃത്യമായി നടപ്പിലാക്കാത്തതിനെതിരെയും വലപ്പാട് പഞ്ചായത്ത് ഭരണസമിതിക്ക് നേരെ ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.